കൊല്ലപ്പെട്ടെന്നോ? അതിനെ താമസിച്ച് നടന്ന അബോഷനാണെന്നാണ് പറയുക. തന്തയ്ക്ക് പറക്കാത്ത അതും ഏതോ എൻ്റെ ഒരു കുഞ്ഞിനെയായിരുന്നു അവളുടെ വയറ്റിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണോ നീ നിന്റെ ഭാര്യയെ കൊന്നേ? അവളെ ഞാൻ കൊന്നെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് വിഷമമില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്കൊരു ഡോക്ടർ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അദ്ദേഹത്തെ ഒന്ന് പെട്ടെന്ന് വിളിച്ചാൽ കൊള്ളായിരുന്നു. എന്തിനാ ഡോക്ടർ? തനിക്കൊന്നും പറ്റിയിട്ടുമില്ല, തന്നാരും തൊട്ടിട്ടുമില്ല. ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ രോഗിയാ. എൻ്റെ ജീവിത പ്രശ്നങ്ങൾ കാരണം മാനസികമായി ഞാൻ തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്തു തന്നെയായാലും സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ചോദിച്ചതുപോലെ 3 മണിക്കൂറിനുള്ളിൽ എന്നെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരികയോ ചെയ്യണമെന്ന് നിങ്ങളുടെ മാനുവലിൽ പറയുന്നില്ലേ അക്ബർ? നിങ്ങൾ നിങ്ങളുടെ മാനുവൽ വായിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് വായിക്കാനെങ്കിലും അറിയോ? വാക്കുകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ദേ ഈ ചെക്കന് വായിക്കാനൊക്കെ അറിയോ? താനാണോ ഡോക്ടർ? ഡിറ്റക്റ്റീവ് അലക്സ് ക്രോസ്. ഓക്കെ, എന്നാ താൻ പറയുന്നുകൂടി കേൾക്കാം. ഡിറ്റക്റ്റീവ് അക്ബറിനേക്കാളും മിടുക്കനാണെന്ന് തോന്നുന്നുണ്ടല്ലേ? റെക്കോർഡിംഗ് ചെക്ക് ചെയ്ത് നോക്ക്. എന്നെക്കാളും മിടുക്കനാണെന്ന് തോന്നുന്നുണ്ടല്ലേ? ഓ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ശരിക്കും നമ്മുടെ ജീനുകളുടെ വ്യത്യാസങ്ങളാ. ഓ ശരിയാ. നിനക്ക് എന്നെ കൊണ്ടൊന്നും പറയിക്കാനാവില്ല. ഞാൻ കുറ്റസമ്മതം നടത്താനും പോകുന്നില്ല.